നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കും. എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് കെ.പി.സി.സി രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടു. പാലപ്പള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി, പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകിയ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണു. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി കെ.പി.സി.സിയിൽ ആശങ്ക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ബി.ജെ.പി. നേട്ടം കൊയ്യുമെന്നും ആശങ്ക. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപം പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. ഷൊർണൂർ നിലമ്പൂർ മെമു ട്രെയിനിന് പച്ചക്കൊടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ അയൽവാസി അറസ്റ്റിൽ. എടവിലങ്ങ് കാരാ സ്വദേശി സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. അയൽവാസി ജിബിനെ കത്തികൊണ്ട് ആക്രമിച്ച കേസിലാണ് നടപടി. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. കുന്നംകുളം പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. ചാഴൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ ഹെർബർട്ട് കനാലിന് സമീപം സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ സി മുകുന്ദൻ എം.എൽ.എ. നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. മോഹൻദാസ് അധ്യക്ഷനായി. തൃശൂർ ലിറ്റററി ഫോറം ചെറു സാഹിതിയിൽ കവിതയുടെ ജലസ്പർശം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കവി കെ.ആർ. ടോണി ഉദ്ഘാടനം ചെയ്തു. 2 കാട്ടുപന്നികളെ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിവെച്ചു കൊന്ന അതിരപ്പള്ളി പഞ്ചായത്ത് കണ്ണൻകുഴിയിലെ കർഷകർക്ക് സ്ഥിരം ശല്യക്കാരായ പന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഹുസൈർ മുഹമ്മദിന്റെ 3ാമത്തെ പുസ്തകമായ ശിരോലിഖിതം പ്രകാശനം ചെയ്തു. കവി റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. CPM വെങ്കടങ്ങ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി തുടങ്ങി. CPM ഏരിയ സെക്രട്ടറി P.A. രമേശൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ ഫാദർ സ്റ്റാൻ സ്വാമി അനുസ്മരണം സംഘടിപ്പിച്ചു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കെ.എൽ. അധ്യക്ഷത വഹിച്ചു. INTC യുവജന വിഭാഗ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ രാഹുലിന് രൂക്ഷ വിമർശനം. തൃശൂരിൽ ചേർന്ന INTC യുവജന വിഭാഗ സംസ്ഥാന കമ്മിറ്റി രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരസ്മരണിക കാളിച്ചക്രയുടെ പ്രകാശന കർമ്മം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. ദേശീയപാത 66 കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് കൊടുങ്ങല്ലൂർ മെർച്ചന്റ് അസോസിയേഷൻ. റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനം നൽകിയതായും അസോസിയേഷൻ. കുന്നംകുളം പെങ്ങാമുക്കിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായി സ്ഥാപിച്ച CCTV ക്യാമറയെ മറിച്ച് പാഴ്ചെടികൾ വളർന്നു. പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് റോഡിന് സമീപം അധികൃതർ സ്ഥാപിച്ച ക്യാമറയാണ് പാഴ്ചെടി മൂടിയത്. കാട്ടകമ്പാൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞിൽ രക്തദാന ക്യാമ്പ് നടത്തി. സേവാഭാരതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CB പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. മായനൂർ പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. കൊണ്ടാഴി പഞ്ചായത്തും ഒറ്റപ്പാലം നഗരസഭയുമാണ് തെരുവ് വിളക്കുകൾ പരിപാലിക്കേണ്ടത്. പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്നാണ് ആഗ്രഹമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നതായും രാഹുൽ. തൃശൂരിൽ ലുലുമാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് MA യൂസഫ് അലി. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടു. എറണാകുളം ജില്ലയിലെ പറയാൻപാറ പാലത്തിന് സമീപമായിരുന്നു സംഭവം. ഇതിനെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി INTC ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്ക് ഓണക്കിറ്റും ധനസഹായം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ 32ാം വാർഷികത്തോടനുബന്ധിച്ച് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ പ്രകാശനം നിർവഹിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ മാതൃകാ നേന്ത്രവാഴത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നടത്തി. തൃശൂർ ജില്ലാ സോയിൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മതിലകം വില്ലേജ് സമ്മേളനം നടത്തി. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം ഹൈസ്കൂളിലെ 1987-88 ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാറിനെ ആദരിച്ചു. തീരദേശത്ത് ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ആദരം. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശി ഗൌതം സർക്കാരിനെ പിടികൂടിയത്. സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.